നമസ്കാരം. SB മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഹിന്ദി ഉപന്യാസം പാർട്ട് 3. ഹമാരി രാഷ്ട്രഭാഷ ഹിന്ദി. ഹർ ദേശ് കെ ലിയെ, ഓരോ ദേശത്തിന് വേണ്ടി ഏക് രാഷ്ട്രഭാഷയ്ക്ക്, ഓരോ രാഷ്ട്രഭാഷയുടെ സെരുരത്ത് ഹെ, ആവശ്യമുണ്ട്. ഭാരത് ഏക് വിശാൽ ദേശ് ഹെ, ഭാരതം ഒരു വിശാലമായ ദേശമാണ്. ഇസ്മേ കൈ പ്രാന്ത് ഹയ്യ, ഇതിൽ ധാരാളം പ്രദേശങ്ങളുണ്ട്. ഹരേക്ക് പ്രാന്ത് കേലിയെ, ഓരോ പ്രദേശത്തിനു വേണ്ടി അലഗ് അലഗ് ഭാഷ ഹെ, വെവ്വേറെ ഭാഷകളുണ്ട്. ഇസ്ലിയെ, അതുകൊണ്ട് ഭാരത് കെ ലോഗോങ്കോ, ഭാരതത്തിലെ ആളുകൾക്ക് ആപ്പസ് മേ വ്യവഹാർ കർണേ കെ ലിയെ, പരസ്പരം പെരുമാറാൻ വേണ്ടി ഏക് ആം ഭാഷയ്ക്ക്, ഒരു സാധാരണ ഭാഷയുടെ സെരുരത്ത് ഹെ, ആവശ്യമുണ്ട്. ഭാരത് കി ഭാഷാവോമേ, ഭാരതത്തിലെ ഭാഷകളിൽ ഹിന്ദി തന്നെ ഇസ്കെ ലിയെ, ഇതിനു വേണ്ടി സർവദാ യോഗ്യ ഹയ്യം, എല്ലാ വിധത്തിലും യോഗ്യമാണ്. ബഹുത്ത് പഹലെ, വളരെ മുമ്പ്, ഭാരത് കി രാഷ്ട്രഭാഷ ഓ രാജഭാഷ, ഭാരതത്തിലെ രാഷ്ട്രഭാഷയും രാജഭാഷയും സംസ്കൃതമായിരുന്നു. സംസ്കൃതമേ കൈ മഹാൻ കവി ഓർ പണ്ഡിതത്തെ, സംസ്കൃതത്തിൽ ധാരാളം മഹാൻ കവികളും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. മഹാകവി കാളിദാസ്, ഭാസ്, ഭവഭൂതി ആദി തുടങ്ങിയവർ ഇൻമേം പ്രമുഖത്തെ, ഇവരിൽ പ്രമുഖരായിരുന്നു. പർ, എന്നാൽ സംസ്കൃത ഭാഷക്കോ, സംസ്കൃത ഭാഷയെ പഠ്നേമേ, പഠിക്കുന്നതിന് ബഡി കഠിനായിത്തി, വളരെ പ്രയാസമായിരുന്നു. ഇസ്ലിയെ, അതുകൊണ്ട് ആം ലോഗോങ്കോ, സാധാരണ ജനങ്ങൾക്ക് സരള ഭാഷയ്ക്ക് ആവശ്യകതാത്തി, ലളിതമായ ഭാഷയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അന്തുമേ, ഒടുവിൽ, ഹിന്ദി കാ പ്രാചീന രൂപ്, ഹിന്ദിയുടെ പഴയ രൂപം ഉൻകെ സാമനെ ആയ, അവരുടെ മുമ്പിൽ വന്നു. ബാദുമേ ഹിന്ദി കാ നവീന രൂപ്, ഒടുവിൽ ഹിന്ദിയുടെ പുതിയ രൂപം, യാനെ, അതായത് ഹഡി ബോലി ഭാരത് കെ 3-4 പ്രാന്തോं की മാതൃഭാഷ ബൻ ഗയി, ഹഡി ബോലി ഭാരതത്തിലെ 3-4 പ്രദേശങ്ങളിലെ മാതൃഭാഷയായി തീർന്നു. ഭാരത് മേ കൈ പ്രാന്ത് ഹെ, ഭാരതത്തിൽ ധാരാളം പ്രദേശങ്ങളുണ്ട്. ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആന്ധ്ര, കർണാടക, തമിഴ്നാട് ആദി ബഡേ പ്രാന്ത് ഹയ്യ, മുതലായ വലിയ പ്രദേശങ്ങൾ ഉണ്ട്. ആസാം, കേരൾ തുടങ്ങിയ ചോട്ടെ ആദി ചോട്ടെ പ്രാന്ത് ഭി ഹയ്യ, ചെറിയ പ്രദേശങ്ങളും ഉണ്ട്. ഭാരത് മേ 14 പ്രധാന ഭാഷയെ ഹയ്യ, ഭാരതത്തിൽ 14 പ്രധാന ഭാഷകൾ ഉണ്ട്. ഹരേക്ക് ഭാഷാമേ, ഓരോ ഭാഷയിലും അനേക ബോലിയ ഹയ്യം, ധാരാളം ഉപഭാഷകളും ഉണ്ട്. ഏക് പ്രാന്ത് കി ഭാഷ, ഒരു പ്രദേശത്തുള്ള ഭാഷ, ദൂസരെ പ്രാന്ത് കെ ലോഗ്, മറ്റു പ്രദേശത്തിലെ ആളുകൾക്ക് സമജ് നഹി സക്തേ, മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭാരത് മേ ബഹുത്ത് കാൽ തക്ക് വിദേശി ശാസൻ തേ, ഭാരതത്തിൽ ധാരാളം കാലങ്ങൾ വരെ വിദേശ ഭരണങ്ങൾ ആയിരുന്നു. മുഗളോं का शासन കാലെ ഹിന്ദി ഭാഷ കെ ലിയെ പതൻ കാ സമയത്ത, മുഗളന്മാരുടെ ഭരണകാലം ഹിന്ദി ഭാഷയ്ക്ക് വേണ്ടി നാശത്തിൻ്റെ സമയമായിരുന്നു. അംഗ്രേസോം കെ ശാസന കാലമേ, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തിൽ അംഗ്രേസിക്കോ അധിക സ്ഥാൻ മില, ഇംഗ്ലീഷിന് കൂടുതൽ സ്ഥാനം കിട്ടി. സ്കൂൾ, കോളേജ് ഓർ സർക്കാരി ദഫ്തരോമേ, സ്കൂളിലും കോളേജിലും ഗവൺമെൻറ് ഓഫീസിലും അംഗ്രേസിക്കോ, ഇംഗ്ലീഷിന് പ്രധാനത മിലി, പ്രാധാന്യം കിട്ടി. ലോഗോं का ധ്യാൻ, ആളുകളുടെ ശ്രദ്ധ അംഗ്രേസിക്ക് ഓർ, ഇംഗ്ലീഷിൻ്റെ നേർക്ക് വന്നു. ക്യോംകി അംഗ്രേസി പഠ്നേസെ, എന്തുകൊണ്ടെന്നാൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് കൊണ്ട് സർക്കാരി ദഫ്തരോമേ, ഗവൺമെൻറ് ഓഫീസുകളിൽ നൗക്കരി മിൽത്തി, ജോലി കിട്ടുമായിരുന്നു. ഫിർ ആസാദിക്ക് ലഡായി ആയി, പിന്നീട് സ്വാതന്ത്ര്യത്തിൻ്റെ യുദ്ധം വന്നു. ബാപ്പുജിനെ ആസാദിക്ക് ലഡായി കാ നേതൃത്വം കിയ, ബാപ്പുജി സ്വാതന്ത്ര്യയുദ്ധത്തിന് നേതൃത്വം ചെയ്തു. ഉൻകി മാതൃഭാഷ ഗുജറാത്തി തി, അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ ഗുജറാത്തിയായിരുന്നു. ഫിർഫി, എന്നിട്ട് ഉൻഹോംനെ, അദ്ദേഹം ഹിന്ദിയെ
രാഷ്ട്രഭാഷ ബനാനി ചാഹി രാഷ്ട്രഭാഷയാക്കി തീർക്കാൻ ആഗ്രഹിച്ചു. ആസാദി കി ലഡായി കെ അധിവേശനോं में हिंदी को രാഷ്ട്രഭാഷ के रूप में घोषणा की. സ്വാതന്ത്ര്യ യുദ്ധത്തിൻ്റെ യോഗത്തിൽ ഹിന്ദിയെ രാഷ്ട്രഭാഷയുടെ രൂപത്തിൽ വിളംബരം ചെയ്തു. भारत की राष्ट्रभाषा बनाने के लिए भारत की अन्य भाषाओं की अपेक्षा हिंदी की निम्नलिखित योग्यताएं हैं. ഭാരതത്തിൻ്റെ രാഷ്ട്രഭാഷയെ തീർക്കാൻ വേണ്ടി ഭാരതത്തിലെ മറ്റു ഭാഷകളെ അപേക്ഷിച്ച് ഹിന്ദിക്ക് താഴെ പറയുന്ന യോഗ്യതകൾ ഉണ്ട്. ഹിന്ദി ഭാരത് की करीब 40% ലോകോं की മാതൃഭാഷ है. ഹിന്ദി ഭാരതത്തിലെ ഏകദേശം 40% ആളുകളുടെ മാതൃഭാഷയാണ്. भारत में दक्षिण के एक या दो प्रांतों को छोड़कर बाकी लोग हिंदी बोल या समझ सकते हैं. ഭാരതത്തിലെ തെക്ക് വശത്തുള്ള ഒന്നോ രണ്ടോ പ്രദേശങ്ങൾ ഉപേക്ഷിച്ചിട്ട് ബാക്കി ആളുകൾക്ക് ഹിന്ദി സംസാരിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. ഹിന്ദി മേ പുരാന ഓർ മഹാൻ സാഹിത്യ ഹെ. ഹിന്ദിയിൽ പഴയതും മഹത്തായതുമായ സാഹിത്യം ഉണ്ട്. മഹാത്മാ കബീർദാസ്, തുളസീദാസ്, സൂർദാസ്, മാലിക് മുഹമ്മദ് ജായസി, പ്രേംചന്ദ്, ജയശങ്കര പ്രസാദ്, സുമിത്രാനന്ദം പന്ത്, യശ്പാൽ, മീരാഭായി, മഹാദേവി വർമ്മ, സൂര്യകാന്ത് ത്രിപാഠി നിരാല, മൈഥിലി ശരണഗുപ്ത്, രാംധാരി സിംഗ് ദിനകർ ആദി അനേക മഹാൻ സാഹിത്യകാർ ഹയ്യം മുതലായ ധാരാളം മഹാൻ സാഹിത്യകാരന്മാർ ഉണ്ട്. പൃഥ്വിരാജ് രാസോ, പത്മാവത്, രാമചരിതമാനസ്, സൂർസാഗർ, കാമായനി, ചന്ദ്രഗുപ്ത്, സ്കന്ദഗുപ്ത്, അജ്ഞാതശത്രു, ഗോദ, നിർമ്മല, സേവാസദൻ, യാമ, ഉർവശി ആദി മുതലായ മഹാൻ ഗ്രന്ഥ ഹയ്യം മഹത്തായ ഗ്രന്ഥങ്ങളും ഉണ്ട്. ഹിന്ദി ഭാഷ की ലിപി ദേവനാഗരി ഹെ. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരിയാണ്. ശിരോലേഖ കെ കാരണ് യഹ് ദേഖിനെ മേ ബഹുത്ത് സുന്ദർ ഹെ. ശിരോലേഖനത്തിൻ്റെ കാരണത്താൽ ഇത് കാണുന്നതിൽ വളരെ മനോഹരമാണ്. യഹ് ഭാഷ ജിസ് പ്രകാർ ലിഖി ജാത്തി ഹെ. ഈ ഭാഷ ഏത് രീതിയിലാണോ എഴുതപ്പെടുന്നു ഉസി പ്രകാർ അപ്രകാരം പഠി ജാത്തി ഹെ പഠിക്കപ്പെടുന്നു. ഭാരതിക്ക് അന്യ ഭാഷാവോं के സമാൻ ഭാരതത്തിലെ മറ്റ് ഭാഷകളെപ്പോലെ ഇതിലെ ബഹുത്ത് അധിക സംസ്കൃത ഭാഷയ്ക്ക് ശബ്ദഹയ്യം വളരെയധികം സംസ്കൃത ഭാഷയുടെ ശബ്ദങ്ങൾ ഉണ്ട്. ഭാരതിക്ക് അന്യ ഭാഷാവോ ബഹുത്ത് സേ ശബ്ദ സമൂഹ ഇസ് ഭാഷാമേം ഹേ. ഭാരതത്തിലെ മറ്റ് ഭാഷകളുടെ ധാരാളം ശബ്ദ സമൂഹം ഈ ഭാഷകളിൽ ഉണ്ട്. ഇൻ കാരണോം സേ ഈ കാരണങ്ങൾ കൊണ്ട് ഹിന്ദി രാഷ്ട്രഭാഷ ബന്നെ കേലിയെ സർവദാ യോഗ്യ ഹേ. ഹിന്ദി രാഷ്ട്രഭാഷയായി തീർക്കാൻ വേണ്ടി എല്ലാ യോഗ്യതകളും ഉണ്ട്. സംവിധാൻ ദ്വാരാ ഹിന്ദി കോ രാഷ്ട്രഭാഷ ഘോഷിത് കി ഗയി ഹെ. ഭരണഘടന മുഖേന ഹിന്ദിയെ രാഷ്ട്രഭാഷയായി വിളംബരം ചെയ്തു. തോഫി കുച്ച് ലോഗ് ഹിന്ദി കോ രാഷ്ട്രഭാഷ കെ രൂപ മേ മാനനെ കെ ലിയെ തയ്യാർ നഹി ഹെ. എങ്കിലും കുറേ ആളുകൾ ഹിന്ദിയെ രാഷ്ട്രഭാഷയുടെ രൂപത്തിൽ കരുതാൻ വേണ്ടി തയ്യാറായില്ല. ഉൻകെ മതമേ അവരുടെ അഭിപ്രായത്തിൽ ഹിന്ദി കാ സാഹിത്യ ഉത്തന മഹത്വപൂർണ്ണ നഹി ഹെ. ഹിന്ദിയുടെ സാഹിത്യം അത്ര മഹത്വപൂർണ്ണമല്ലായിരുന്നു. ഹിന്ദിക്ക് സാഹിത്യമേ പ്രാചീനത നഹി ഹെ. ഹിന്ദിയുടെ സാഹിത്യത്തിൽ പ്രാചീനത്വം ഇല്ല. ഏ ബാത്തേ ടീക്ക് നഹി ഹെ. ഈ കാര്യം ശരിയല്ല. ദേശിക്ക് അധികം ലോക് ദേശത്തിലെ കൂടുതൽ ആളുകൾ ഹിന്ദി ഹി ബോളിയ സമച്ച് സൈത്തേഹയ്യ ഹിന്ദി സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദേശത്തിലുള്ള കൂടുതൽ ആളുകൾക്ക് ഹിന്ദി തന്നെ സംസാരിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഇസ് കാരണ സേഫി ഈ കാരണത്താൽ ഹിന്ദി കോഹി രാഷ്ട്രഭാഷ ബനാത്തി ഹെ. ഹിന്ദി തന്നെ രാഷ്ട്രഭാഷയായി തീർന്നു. ഭാരത് മേ 14 പ്രമുഖ ഭാഷായ് ഹെ. ഭാരതത്തിൽ 14 പ്രമുഖ ഭാഷകളുണ്ട്. ഉന്മേ അതിൽ ഹിന്ദി ഭി ആത്തി ഹെ. ഹിന്ദിയും വരുന്നു. सन 1965 जनवरी 26 से हिंदी भारत की राजभाषा है. 1965 ജനുവരി 26 ഹിന്ദി ഭാരതത്തിലെ രാജഭാഷയാണ്. यही राजभाषा देश की एकता को बनाए रखने वाली രാഷ്ട്രഭാഷ भी है. ഈ രാജഭാഷ ദേശത്തിൻ്റെ ഐക്യത്തെ വളർത്തുന്ന രാഷ്ട്രഭാഷയും ആണ്.
ഭാരതിക്ക് വിഭിന്ന പ്രാന്തോമേ ഭാരതത്തിലെ പല പ്രദേശങ്ങളിൽ വിഭിന്ന ഭാഷയും ബോൽനേവാലെ പല ഭാഷകൾ സംസാരിക്കുന്നവർ രഹത്തേക്ക് ജീവിക്കുന്നു. പ്രത്യേക ഭാഷി അപ്പനി മാതൃഭാഷക്കോ അധിക സ്ഥാൻ ദേത്താഹെ. ഓരോ ഭാഷകൾ സംസാരിക്കുന്നവർ തൻ്റെ മാതൃഭാഷയ്ക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നു. കിസി ഭാഷക്കോ അപ്പനി ഭാഷാസെ അധിക സ്ഥാൻ ദേനെ കെ ലിയെ കോയി തയ്യാർ നഹീ ഹെ. ഏതൊരു ഭാഷയ്ക്കും തൻ്റെ ഭാഷയേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കാൻ വേണ്ടി ആരും തയ്യാറാകുന്നില്ല. फिर भी व्यावहारिक दृष्टि से इन भाषियों की एक सामान्य भाषा की आवश्यकता है. എന്നാലും വ്യാവഹാരികമായ കാഴ്ചപ്പാടിൽ ഈ ഭാഷികൾക്ക് ഒരു സാമാന്യ ഭാഷയുടെ ആവശ്യം ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരവർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു സാധാരണ ഭാഷയുടെ ആവശ്യം ഉണ്ട്. സഫി വ്യക്തിയോങ്കോ ഏക പ്രാന്തസെ सभी व्यक्तियों को एक प्रांत से दूसरे प्रांतों में नौकरी के लिए या और किसी काम के लिए जाना है. എല്ലാ വ്യക്തികൾക്കും ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്ത് ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതുണ്ട്. ഭാരത് ഏക ഇക്കായി ഹെ. ഭാരതം ഒരു ഏകകമാണ്. ഇസ്ലിയെ അതുകൊണ്ട് ഭാരത് കെ സഫി ലോഗോं की नौकरी के लिए और शासन संबंधी बातों के लिए एक प्रांत से दूसरे प्रांतों में जाना पड़ता है. അതുകൊണ്ട് ഭാരതത്തിലുള്ള എല്ലാ ആളുകൾക്കും ജോലിക്ക് വേണ്ടിയും ഭരണ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകേണ്ടി വരുന്നു. ഇസ്ലിയെ ഏക്ക് ആം ഭാഷയ്ക്ക് സെരൂരത്ത് ഹെ. അതുകൊണ്ട് ഒരു സാധാരണ ഭാഷയുടെ ആവശ്യം ഉണ്ട്. ദേശീയ ഏവം അന്തർപ്രാന്തീയ ബാത്തോं के व्यवहार के लिए वही भाषा काम आती है. ദേശത്തിനും മറ്റ് പ്രാദേശിക കാര്യങ്ങളുടെ പെരുമാറ്റത്തിന് വേണ്ടി ആ ഭാഷയുടെ പ്രയോജനം വരുന്നു. देश की एकता को कायम रखने के लिए यही भाषा सबसे अच्छी उपाधि है. ദേശത്തിൻ്റെ ഐക്യതയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ ഭാഷ വളരെയധികം നല്ല ഉപാധിയാണ്. देश की कष्टपूर्ण परिस्थिति में भक्ति का प्रचार करके इस भाषा ने लोगों को संकट से बचाया है. ദേശത്തിലെ കഷ്ടപൂർണമായ ചുറ്റുപാടിൽ ഭക്തി പ്രചരിപ്പിച്ചിട്ട് ഈ ഭാഷ ആളുകളുടെ കഷ്ടതയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. വിദേശി വിദേശ ആക്രമണത്തിൻ്റെ പരിസ്ഥിതി മേഫി ചുറ്റുപാടിലും ഇസ് ഭാഷയ്ക്ക് കാരണം ഈ ഭാഷയുടെ കാരണത്താൽ ആളുകൾ ഏകതാക്കെ സാത്ത് ഐക്യത്തോടൊപ്പം ഖടേ ഹോക്ക നിന്നിട്ട് വിദേശിയോങ്ക സാമിന കർത്തേത്തെ വിദേശികളെ നേരിടുകയായിരുന്നു. ഭാരതിക്ക് പുരാനി സംസ്കൃതി ഭാരതത്തിൻ്റെ പഴയ സംസ്കാരം ഇസി ഭാഷമേ സുരക്ഷിത് ഹെ. ഈ ഭാഷയിൽ സുരക്ഷിതമാണ്. ഹിന്ദി കാ സാഹിത്യ ഹിന്ദിയുടെ സാഹിത്യം ഭാരതിക്ക് ദൂസരി ഭാഷാവോങ്കെ ഭാരതത്തിലെ മറ്റു ഭാഷകളുടെ സാഹിത്യത്തിൽ നിന്ന് മഹത്വപൂർണ്ണ നഹി ഹെ. മഹത്വപൂർണ്ണം കുറവൊന്നും അല്ല. ഹിന്ദി കെ ശബ്ദോं का ഭണ്ഡാർ ബെഡ്താക്കി രഹത്താ ഹെ. ഹിന്ദിയുടെ ശബ്ദങ്ങളുടെ ഭണ്ഡാരം വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. भारत की बाकी प्रांतीय भाषाओं के बहुत अधिक शब्द अब हिंदी भाषा में बढ़ते ही रहते हैं. ഭാരതത്തിലെ ബാക്കി പ്രാന്തീയ ഭാഷകളുടെ വളരെയധികം ശബ്ദങ്ങൾ ഇപ്പോഴും ഹിന്ദി ഭാഷയിൽ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. വിദേശി ഭാഷാവോങ്കെ ശബ്ദ ഭി വിദേശ ഭാഷകളുടെ ശബ്ദങ്ങളും ഹിന്ദിമേ ബഹുത്ത് അധിക ഹിന്ദിയിൽ വളരെയധികം ഉണ്ട്. സംക്ഷേപമേ ചുരുക്കത്തിൽ ഭാരതിക്ക് സംസ്കൃതിക്കോ ഭാരതത്തിലെ സംസ്കാരത്തെ ബജാന രക്ഷിക്കേണ്ടത് ഹരേക്ക് ഓരോ ഭാരതവാസിക കർത്തവ്യ ഹെ. ഭാരതവാസികളുടെ കർത്തവ്യമാണ്. ഹിന്ദിക്ക് രാഷ്ട്രഭാഷ ബനാനേക്ക് സാത്ത് ഹി ഭാരതിക്ക് ഫലായി ഹോഗി. ഹിന്ദിയെ രാഷ്ട്രഭാഷയായി തീർക്കുന്നതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ നന്മയും ഉണ്ടാകും.